നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രമ്യ രാധാറാം. മലയാള സാഹിത്യം അനുദിനം നിരന്തരം പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ലക്കി വെയ്റ്റർ പബ്ലിക്കേഷൻ ഒരു പരീക്ഷണ പറക്കലെന്നോണം പ്രസിദ്ധീകരണം നടത്തിയ പുസ്തകങ്ങളാണ് വോൾഗയും സാഹിതിയും. ഈ രണ്ട് പുസ്തകങ്ങളുടെ സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ആന്തോളജിയെപ്പറ്റി നമുക്ക് ഗാഢമായ അറിവുണ്ടായിരിക്കേണ്ടതാണ്. വിവിധ കഥകളെ, കവിതകളെ, സിനിമകളെ, വിവിധ ആശയങ്ങളെ ഒരു ചട്ടക്കൂടിനുള്ളിൽ സമാഹരിക്കുന്ന രീതിയാണ് ആന്തോളജി. കേരള കഫേ പോലുള്ള ആന്തോളജി സിനിമകൾ നമുക്ക് സുപരിചിതമാണ്. അതിൽ 10 സിനിമകളായിരുന്നു സമാഹരിച്ചിരുന്നത്. പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് ഇത്തരം പരീക്ഷണം അധികം നടന്നിട്ടില്ല എന്ന് എടുത്തു പറയാൻ കഴിയും. വോൾഗ എന്ന ആന്തോളജിയിൽ 5 വ്യത്യസ്ത പുസ്തകങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഓരോ പുസ്തകവും തനതായ എഴുത്ത് ശൈലി കൊണ്ടും കാഴ്ചപ്പാടുകൾ കൊണ്ടും സമ്പന്നമാണ്. വോൾഗ എന്ന ഈ പുസ്തകം മനുഷ്യാനുഭവങ്ങളുടെ വിശാലമായ ഭൂപടത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. പ്രണയം, നഷ്ടം, പ്രതിസന്ധികൾ, തിരിച്ചറിവുകൾ, സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലൂടെ ഈ പുസ്തകത്തിലെ കവിതകൾ കടന്നുപോകുന്നു. ലോക റെക്കോർഡുകൾ ലഭിച്ച 5 എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ സമാഹാരമാണ് വോൾഗ. ഇന്നത്തെ എഴുത്തുമുഖം പ്രോഗ്രാമിലൂടെ ലക്കി വെയ്റ്റോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അക്ഷരക്കാഴ്ചകൾ എന്ന പുസ്തകം എഴുതി വോൾഗയുടെ ഭാഗമായി മാറിയ സുനി സച്ചി എന്ന ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ എഴുത്തുകാരിയാണ്. പോകാൻ നമുക്ക് വീഡിയോയിലേക്ക്. പുസ്തകത്തിൽ നിന്നും പുസ്തകത്തിലേക്കുള്ള കാൽപ്പനികതയുടെ ചങ്ങലക്കെട്ടുകളാണ് ആന്തോളജി പുസ്തക സമാഹാരം. പലരുടെയും ആശയങ്ങളിലൂടെയും കവിതാശൈലികളിലൂടെയും മുന്നോട്ടു പോകുന്നതിലൂടെ എഴുത്തുകാരെ പുതിയ ദിശകളിലേക്ക് ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നു. വായനക്കാർക്കോ പലതരം ശൈലികളും വിഷയങ്ങളും അടങ്ങിയ കവിതകൾ വായിക്കുവാൻ സാധിക്കുന്നു. ഇത് വായന അനുഭവത്തെ സമൃദ്ധമാക്കുന്നു. ഓരോ വായനക്കാർക്കും പുതിയ പ്രിയപ്പെട്ട കവികളെ കണ്ടെത്താനുള്ള നല്ല വഴിയാണ് ആന്തോളജി. പല കവികളും അവരവരുടെ ഭിന്നമായ സാമൂഹിക, വ്യക്തിഗത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനാൽ വായനക്കാർക്ക് പുതിയ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ അറിയാൻ കഴിയുന്നു. ഓരോ കവിതയും ചെറിയതായിരുന്നത് കൊണ്ട് തന്നെ തിരക്കുള്ള വായനക്കാർക്കും അനുയോജ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ സുനി സച്ചി. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ പോലെ തന്നെ ഒരാളാണ് ഞാൻ. ഇടയ്ക്കൊക്കെ എൻ്റെ മനസ്സിലൂടെ ഒഴുകി വരുന്ന ചിന്തകൾ കൊച്ചു കൊച്ചു കവിതകളാക്കി ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. അവയെല്ലാം ആദ്യം ഞാൻ പങ്കുവച്ചത് എൻ്റെ സ്കൂൾ ഗ്രൂപ്പായ സൗഹൃദം 78 ബാച്ച് ഗ്രൂപ്പിലൂടെയാണ്. അവിടുത്തെ കൂട്ടുകാർ നൽകിയ സ്നേഹവും പ്രോത്സാഹനവുമാണ് വോൾഗ എന്ന ഈ പുസ്തകത്തിലേക്ക് എന്നെ എത്തിച്ചത്. വോൾഗ ഒരു ആന്തോളജി കവിതാ സമാഹാരമാണ്. പ്രസിദ്ധീകരണ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ ലക്കി വെയ്റ്റോൾ പബ്ലിക്കേഷനാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. നോവലുകളും കവിതകളും ഒരുപോലെ എഴുതി മനോഹരമാക്കിയ രമ്യ രാധാറാമാണ് ഈ പുസ്തകത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. ആന്തോളജി കവിതാ സമാഹാരത്തിലെ 5 പുസ്തകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ അക്ഷരക്കാഴ്ചകൾ എന്ന എൻ്റെ പുസ്തകം തിരഞ്ഞെടുത്തതിന് ലക്കി വെയ്റ്റോൾ പബ്ലിക്കേഷനോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ആന്തോളജി സിനിമകൾ നമുക്ക് സുപരിചിതമാണല്ലോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആന്തോളജി സിനിമയാണ് കേരള കഫേ. ലക്കി വെയ്റ്റോൾ പബ്ലിക്കേഷൻ ഈ ആന്തോളജി സമാഹാര പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ചരിത്ര വിജയമാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. തുടക്കത്തിലെ തന്നെ അത് ആ യാത്രയിൽ ഒരു ഭാഗമാകുമെന്നതുകൂടി എൻ്റെ ഒരു ബുദ്ധി കൂടിയായിരുന്നു. വിപ്ലവകരമായ മാറ്റങ്ങൾ എപ്പോഴും പബ്ലിക്കേഷനിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അക്ഷരങ്ങളെ, കവിതകളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ ഈ പുസ്തകത്തിൽ നിന്നും ഒരു കവിത ഞാൻ പരിചയപ്പെടുത്തുന്നു. ദൃഢത. ഒരു കൂട്ടം ചിന്തകൾ മൗനത്തിൻ്റെ വഴികളിൽ വെളിച്ചം കാത്തു നിൽക്കുമ്പോൾ ആരോടും പറയാതെ മനസ്സിലൊളിപ്പിച്ച വേദനകളിൽ തിരക്കഥയായി എഴുതുന്നു. പകൽച്ചിരിയുടെ പിന്നിൽ മറഞ്ഞു കരയുന്നവർ. ജീവിതമൊരു യാത്രയാണ്. തോൽവിയിൽ നിന്നും ജയത്തിലേക്ക് തിരിയുന്ന പാതയിലൂടെയുള്ള യാത്ര. മനസ്സിൻ്റെ ശക്തിയാൽ മരവിച്ച കൊമ്പുകളിൽ വീണ്ടും പുതിയ ഇലകളെ വിരിയിക്കാൻ
ദൃഢതയാർന്ന മനസ്സിനെ കഴിയും. ഈ കവിതകളിൽ ഒരു കവിതയെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പെയ്തിറങ്ങാതിരിക്കില്ല എന്ന വിശ്വാസത്തോടെ, നന്ദിയോടെ